കണ്ടോ, ഞാനിങ്ങനെ പീര കൂടുതൽ ഒന്നിച്ച് ചിരണ്ടി കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്ത് ഉപയോഗിക്കാം. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പീര വറുക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള പീര എടുക്കുവാണ്. ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് പീര ഇടാം. പീര എടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കറിക്ക് വേണ്ട സാധനങ്ങളാണ് തേങ്ങ, മെയിനായിട്ട് ഇഞ്ചി കൂടുതലിട്ടാൽ അതിൻ്റെ ഇഞ്ചിയുടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. കുറച്ചാണെങ്കിൽ അധികം എരിവൊന്നും വേണ്ടാത്ത ആളുകൾക്ക് ഒത്തിരി ഇഞ്ചി ഇടണ്ട. ആ ഇഞ്ചിയുടെ ടേസ്റ്റ് കിട്ടാനുള്ള അത്രയും ഇഞ്ചി ഇട്ടാൽ മതി. ഉണ്ടോ, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഉപ്പ് ഉണ്ടോ, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി വറുത്തെടുക്കുക. നന്നായി മൂക്കോളം വറുത്തെടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. അടിക്ക് അധികം പിടിക്കാതെ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ കൂടി ചേർക്കാം. തേങ്ങ അത്യാവശ്യം മൂത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട പൊടികൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇതിലേക്കിടും. എന്നിട്ട് നന്നായി വീണ്ടും ഇളക്കി മൊരിയിക്കുക. നന്നായി മൂക്കോളം ഇളക്കി കൊടുക്കുക. കണ്ടോ, ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇത് ആറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇവിടെ ഇരുന്ന് ആറട്ടെ. പീര വറുത്തത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ച് ചട്ടിയിലേക്ക് ഇടാം. എടുത്തിരിക്കുന്ന ചട്ടിയിലേക്ക് അത് ഇടാം. ഇഞ്ചിക്കറിക്ക് വേണ്ട ആ പീരയും എല്ലാം കൂടി ചേർത്ത് വറുത്ത് പൊടിച്ചതാണത്. ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. പോരാത്ത വെള്ളം നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം തന്നെ, വാളംപുളിയാണേ, അല്ലെങ്കിൽ ഇത് കട്ടിയായി കിടക്കും. കുറച്ച് ലൂസാണ്. ഇഞ്ചിയും പീരയും ചേർത്ത് വറുത്ത മിക്സിയിലടിച്ച് അത് ചട്ടിയിലിട്ട് വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചതാണിത്. നമുക്ക് എത്ര കുറുകൽ വേണോ അത്രയും കുറുകലിനുള്ള വാളംപുളി ഒഴിച്ചാൽ മതി. കുറഞ്ഞു പോയാൽ കട്ടിയായി പോവും, കൂടുതലായാൽ വെള്ളം പോലെ ആയി പോവും.
ഇതിപ്പം പാകമാണ്. ഇതൊന്ന് തിളച്ചിട്ട് ഇറക്കി മാറ്റി വെക്കാം. നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. എന്നിട്ട് തിളച്ചാൽ മതി. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് പൊട്ടി പൊട്ടി തെറിക്കുള്ള അടുത്ത്. ഇതിലേക്ക് കുറച്ച് ശർക്കര ഇടാം. ഇത്രയും ആണ് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ.